ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓണവിഭവത്തിൽ ഒന്നായിട്ടാണ്. അതായത് മത്തങ്ങ പുളിശ്ശേരി. മത്തങ്ങ പുളിശ്ശേരി ഉണ്ടാക്കാനുള്ള റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് മത്തങ്ങ ഒരു 250 ഗ്രാം മത്തങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതൊരു ചട്ടിയിലിട്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഒരു കുറച്ച് വേപ്പില, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ പച്ചമുളക്, ഒരു 2 പച്ചമുളക് കീറിയത്, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അത് വേവാൻ വയ്ക്കുക, മൂടി വയ്ക്കുക. പിന്നെ വെള്ളം വെച്ച് ഇളക്കി അത് വേവാൻ വേണ്ടിയിട്ട് മൂടി വയ്ക്കണം. പിന്നെ അരപ്പിനായിട്ട് ഒരു മുറി 1.5 മുറി നാളികേരം, അതായത് ഒരു നാളികേരത്തിൻ്റെ ഒരു പകുതി മുറിയും ഒരു മുറിയും പിന്നെ വേറൊരു കുറച്ചും കൂടി അരച്ചിട്ട് അരക്കിടണം. അതിലേക്ക് കുറച്ച് ജീരകം, ഒരു 1/2 ടീസ്പൂണ് കുരുമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു പച്ചമുളക്, പിന്നെ കുറച്ച് തൈര്, എല്ലാം കൂടിയിട്ട് നന്നായി മയത്തിൽ അരച്ചെടുക്കണം. നല്ലപോലെ മയത്തിലൊരു ക്രീം പോലെ ഇരിക്കണം അരച്ചിട്ട്. അപ്പോൾ ഈ കുരുമുളകും പച്ചമുളക്, ജീരകം, ഇതെല്ലാം ഇത് തൈരിലേക്ക് ഈ കറിയിലേക്ക് വേണ്ട ഒരു മണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതങ്ങനെ അരച്ചിട്ട് ഈ വെന്ത മത്തങ്ങയിലേക്ക് ചേർത്ത് കലക്കി നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് ഈ നാളികേരം അതിൻ്റെ വെള്ളം തിളച്ചിട്ടുള്ള പച്ച ചുവ മാറി വരണം. അല്ലെങ്കിൽ കറി പെട്ടെന്ന് കേടാവാണ്ടിരിക്കാനാണ്. അത് നല്ലപോലെ തിളപ്പിച്ച് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. പിന്നീട് അതിലേക്ക് തൈര്, ഒരു പാക്കറ്റ് തൈര്, നല്ല പുളിയുള്ള തൈര് വേണം. അത് അപ്പം ഞാനൊരു പാക്കറ്റ് തൈര് എടുത്തതാണ്. അത് അരയ്ക്കാനെടുത്തു. അതിൻ്റെ ബാക്കിയുള്ള തൈര് ഈ കറിയിലൊഴിച്ചു. അതൊഴിച്ചിട്ടും നല്ലപോലെ ഇളക്കിയിട്ട് അതങ്ങനെ ചെറുതായിട്ട് തള വരണം. തിളച്ചാലും അതങ്ങനെ വെള്ളമായി പോകുന്നില്ല. നമ്മൾ കുറച്ച് ഒന്നിട്ടിട്ട് തിളപ്പിച്ചാലും അത് കുറുകി കിട്ടും. അപ്പോൾ കറി കേടുകൂടാണ്ട് എത്ര ദിവസം വേണമെങ്കിലും 4 ദിവസം 5 ദിവസമൊക്കെ ഇരിക്കും കേടുകൂടാണ്ട്. പിന്നെ നമ്മളത് ഒന്ന് ചൂടാക്കി വെച്ചാൽ മതി. ഇടയ്ക്കൊന്ന് തിളപ്പിക്കുക. ഒരു നേരം എടുത്ത് ഇപ്പോൾ 2 ദിവസം 3 ദിവസമൊക്കെ ആയിട്ട് വെച്ച് സൂക്ഷിക്കണമെങ്കിൽ അതിലായാലും ഈ കറി നന്നായിട്ട് കേടുകൂടാണ്ടിരിക്കും. അതൊന്ന് ഒരു നേരം എടുത്താൽ അത് പിന്നെ ഒന്ന് തിളപ്പിച്ച് വയ്ക്കുക. അങ്ങനെ ചെയ്താൽ കറി നന്നായിട്ട് ഇരിക്കും. അപ്പോൾ അതങ്ങനെ ഈ മത്തങ്ങ കറി ആയിട്ടുണ്ട്. പിന്നെ അതിൽ വറുത്തിടാം. വറവിനായിട്ട് കുറച്ച് എൻ്റെ കയ്യിലുള്ള ബാക്കിയുള്ള തൈരും കൂടി ചേർത്തു. നാളികേരത്തിൽ ചേർത്തതിൻ്റെ ബാക്കിയുള്ള തൈരും കൂടി അതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചേർത്ത് പിന്നെ അതിൽ ഉപ്പും മുളകും ഒക്കെ പാകമല്ലേ നോക്കണം. പിന്നെ അതിലേക്ക് ഒരു ടേസ്റ്റിനായിട്ട് കുറച്ച് മധുരം കൂടി ചേർക്കാം. മധുരം പഞ്ചസാരയോ ശർക്കര പൊടിച്ചതോ എന്തെങ്കിലും ചേർക്കാം. അത് ചെറിയ തോതിൽ മാത്രമേ ഇടാൻ പാടുള്ളൂ. അപ്പോൾ മത്തങ്ങ കുറച്ച് മധുരമുള്ളതാണ്. പിന്നെ തൈരിൻ്റെ പുളിയിലേക്ക് ചെറിയൊരു മധുരം മാത്രം. ഇപ്പോൾ ഈ രീതിയിൽ മാമ്പഴം ഇട്ടിട്ടും വയ്ക്കാം. മാമ്പഴ പുളിശ്ശേരി ഇതേ രീതിയിൽ തന്നെ വയ്ക്കാം. മത്തങ്ങയ്ക്ക് പകരം മാമ്പഴം ചേർത്തിട്ട്. പിന്നെ ഈ വീഡിയോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പിന്നെ അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തി അതിൽ ഓളും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിലൊക്കെ വരും, നോട്ടിഫിക്കേഷൻ എത്തും. അപ്പോൾ ഈ കറി പാകമായി വന്നിട്ടുണ്ട്. ഇനി അത് വറുത്തിടാം. അപ്പോൾ വറുത്തിടാൻ വേണ്ടത് ഒരു
കുറച്ച് ഒരു ചീനിച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിൽ വറ്റൽമുളക് ഒരു 2 വറ്റൽമുളക് ഇടണം. പിന്നെ അത് അതൊന്ന് നിറം മാറി വരുന്നതോട് കൂടിയിട്ട് വേപ്പില, പിന്നെ കുറച്ച് കടുക്, ഒരു 1/2 ടീസ്പൂൺ കടുക്, ഒരു 1/2 ടീസ്പൂണ് ഉലുവ എല്ലാം കൂടി വറുത്ത് നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ നല്ല മൂത്ത മണം വരും. അപ്പോൾ ഉലുവയൊക്കെ നല്ല മണത്ത് വരണമെങ്കിൽ കുറച്ച് നന്നായിട്ട് മൂക്കണം, കരിയാൻ പാടില്ല. അപ്പോൾ അങ്ങനെ നല്ല മൊരിഞ്ഞത് ഓട് കൂടിയിട്ട് ഈ വറുത്ത് ഈ കറിയിലേക്ക് ഒഴിക്കുക. ഒഴിച്ച് അപ്പോൾ തന്നെ ഒന്ന് മൂടി വയ്ക്കണം. അപ്പോൾ അങ്ങനെ മൂടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് നന്നായിട്ട് കിട്ടും. കറിയിൽ എല്ലാ ഭാഗത്തേക്കും അതിൻ്റെ ഫ്ലേവർ എത്താൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്യണത്. അപ്പോൾ അങ്ങനെ അത് വറുത്ത് ഇടാണ്. ചീഞ്ചട്ടിയിൽ ഇപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി മുളകിടാം, ഉണക്കമുളകിടാം. അപ്പോൾ അത് മുളക് നിറം മാറി വരുന്നതോട് കൂടിയിട്ട് വേപ്പില ഇടാം. പിന്നെ ഉലുവയും കടുകും, അധികമൊന്നും വേണ്ട, ഒരു 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണൊക്കെ ആയിട്ട് ഉലുവയും കടുകും ചേർത്തിട്ട് അതിലൊഴിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റിയായ മത്തങ്ങ പുളിശ്ശേരി റെഡിയായി. നല്ല ടേസ്റ്റാണ്. അതിൽ ടേസ്റ്റ് പാകാവാൻ വേണ്ടിയിട്ട് നേരിയ മധുരം കൂടി ചേർക്കാം. ഈ രീതിയിൽ നമുക്ക് മാമ്പഴം ഒക്കെ ഇട്ടിട്ട് വയ്ക്കാം. മാമ്പഴ പുളിശ്ശേരി ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നല്ലൊരു വീഡിയോയുമായി ഓണത്തിൻ്റെ വിഭവത്തിൽ ഇപ്പോൾ ഞാൻ സാമ്പാർ ഇട്ടു, എരിശ്ശേരി, ഇപ്പോൾ മത്തങ്ങ പുളിശ്ശേരി ഇട്ടിട്ടുണ്ട്. പിന്നെ മുന്നേ അവിയലും വെള്ള ഇഷ്ടവും വേറെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഓണത്തിൻ്റെ ഒരു വിഭവമായിട്ട് ഞാൻ വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.